നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂല സിദ്ധർപീഠം ശിവരാജ യോഗി സംസാരിക്കുന്നു. ഇപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖം ഒന്ന് കമ്മീഷൻ ചെയ്ത് പ്രൈം മിനിസ്റ്റർ ഒന്ന് കമ്മീഷൻ ചെയ്തു. ബാക്കി എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത്, ചീഫ് മിനിസ്റ്റർ ശശി തരൂരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇതിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി ഇപ്പോൾ ഉള്ള തലമുറ അറിയണം. ഇതിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി ഇപ്പോഴല്ല, ഇത് BC 300 ഇത് തുറമുഖമാണ്. വിഴിഞ്ഞം വന്ന് BC 300 ഇത് തുറമുഖം കേരളത്തിൻ്റെ നേവൽ ബേസായിരുന്നു. നേവൽ ബേസ്. ഈ ആരുടെ നേവൽ ബേസ് എന്ന് പറഞ്ഞാൽ ചേരൻ ചെങ്കുട്ടുവിൻ്റെ നേവൽ ബേസ്. കേരള ഹിസ്റ്ററിയിൽ ഒരു വലിയ ഒരു രാജാവ് ഉണ്ടായെന്ന് വെച്ചാൽ അത് വന്ന് ചേരൻ ചെങ്കുട്ടുവനാണ് വലിയ ഒരു രാജാവായിരുന്നത്. അപ്പോൾ ഈ തമിഴ്നാട്ടിൽ പാണ്ഡ്യൻ, ചോളൻ വന്ന് അടുത്തത് ചേരൻ. ഇതിൽ ചോളൻ നാട്ട് ഇമ്പീരിയൽ ചോളാസ് ആൻഡ് ഇമ്പീരിയൽ ചേരാസ് എന്നുള്ള കേരളത്തിൻ്റെ പേര് വന്ന് ചേരനാട്. ഇമ്പീരിയൽ ചേരാസ്. ഇവർക്ക് നാവിഗേഷൻ, ഷിപ്പിങ്ങിൽ ഭയങ്കര അറിവുണ്ടായിരുന്നു. കടൽ കടന്നു പോയി. അതായത് കടലിൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഇമ്പീരിയൽ ചോളാസാന്ന് പറയുമ്പം അവർ വന്ന് സൗത്ത് ഈസ്റ്റ് ഏരിയ, സിംഗപ്പൂർ, മലേഷ്യ, അതുവഴി ബർമ്മ, ഇങ്ങനെ തായ്ലാൻഡ്, ഇങ്ങനെ എല്ലാ സ്ഥലത്തിനും അവർ പോയി ബിസിനസ് ചെയ്തു. അവിടെ ഹിന്ദു ക്ഷേത്രങ്ങളെ നിർമ്മാണിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്തതാണ് ഇമ്പീരിയൽ ചോളാസ്. ഇതേമാതിരിയാണ് ഇമ്പീരിയൽ ചേരാസിന് കേരളം. ഇപ്പോൾ പറയുന്ന കേരളം എന്ന് പറയുന്ന പേര് ഒന്ന് പിന്നെ വന്നതാണ്. ഇതിൻ്റെ ചേരനാടിൻ്റെ ചേര ഡൈനാസ്റ്റി, അതിൽ നിന്ന് ചേരമാൻ, പിന്നെ ചേരമാൻ പെരുമാൾ, പിന്നെ കാണാതെ പോയി. അതാണ് ഇതിലുള്ളത്. അപ്പോൾ എന്തെന്ന്, ഈ ചേരമാനിലൊരു മഹാരാജ അതിൽ വന്ന് അവർ നേവി വെച്ചിരുന്നത്. നേവി വന്ന് 300 കൊല്ലത്തിന് മുമ്പേ ഒരു പവർഫുൾ നേവി വച്ചിരുന്നു. ആ നേവി കൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്ന ലക്ഷദ്വീപ് പിടിച്ച് ഇന്ത്യയുടെ കൂടെ ചേർത്തത്. കേരളത്തെ അദ്ദേഹം പഴയ ചേര രാജാവാണ്, ചേരൻ ചെങ്കുട്ടുവൻ. അപ്പോൾ എന്തിനു പോയി എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് ഈ ലക്ഷദ്വീപിൻ്റെ പഴയ പേര് പഴന്തീവ് 10,000. പഴയവൻ ദ്വീപ് 10,000 എന്നിരുന്നു. പഴയവൻ എന്ന് പറഞ്ഞ ഒരാൾ പൈറേറ്റ് എന്ന് വെച്ചാൽ കപ്പൽ കൊള്ളക്കാരൻ അവിടെ ഇരുന്നു. അപ്പോൾ അവനെ പിടിച്ച് കൊണ്ടുവന്നു. ഇവിടെ ഇരുന്ന് വിഴിഞ്ഞത്ത് നിന്നാണ് നേവി കാൺവായി പോയി. അവിടെ പോയി അവനെ ചുറ്റി വളച്ച് അവനെ പിടിച്ച് ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്നവനെ പണി ചെയ്ത് ലക്ഷദ്വീപ് ഇവർ കൈപ്പറ്റി രാജാവ്. അപ്പോൾ ഇതിനൊക്കെ വന്ന് തുറമുഖമായിരുന്നത് വിഴിഞ്ഞം തുറമുഖം, നാച്ചുറൽ പോർട്ട്. വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നാച്ചുറൽ പോർട്ട്. കുളച്ചൽ, തമിഴ്നാട് വന്ന് കുളച്ചലും പഴയ കേരള തന്നെ. മാർത്താണ്ഡവർമ്മ ദിലനായെ പിടിച്ച് അറസ്റ്റ് ചെയ്തത് കുളച്ചൽ. ദിലനായി വന്ന് ഇറങ്ങിയത് കുളച്ചൽ പോർട്ടിലാണ് വന്ന് ഇറങ്ങി. നാച്ചുറൽ പോർട്ട് അന്ന് അത് ട്രിവാങ്കൂർ പഴയ അത് ഇരണിയൽ പോർട്ട് വന്ന് പിടിച്ചു. പിന്നെ മാർത്താണ്ഡവർമ്മ കുളച്ചൽ തുറമുഖത്തിൽ വെച്ച് അങ്ങേരെ വന്ന് അറസ്റ്റ് ചെയ്തു. പിന്നെ അവിടെ തിരുവാങ്കൂറുടെ പണിയാളായിട്ട് മാറ്റി. അതാണ് അതിൻ്റെ വിശേഷം. അത് പുറത്തുനിന്ന് വന്നവനെ അറസ്റ്റ് ചെയ്ത് അവനെ വേലക്കാരൻ ആക്കി. ഇതേമാതിരിയുള്ളതാണ് വിഴിഞ്ഞം പോർട്ട്. ചേരൻ ചെങ്കുട്ടുവനെ കുറിച്ച് അറിയണം. ചേരൻ ചെങ്കുട്ടുവൻ്റെ അനിയനാണ് ഇളങ്കോ അടിയാണ് ചിലപ്പതികാരത്തെ എഴുതിയത്. ചിലപ്പതികാരം എന്ന് പറയുന്നത് ഇപ്പോൾ തമിഴിലാണ് ഇരിക്കുന്നത്. തമിഴിലുള്ള എപ്പിക് ഇത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് ഇപ്പോൾ ഗവൺമെൻറ് എടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ കേരളത്തിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയാണിത്. ചേരൻ ചെങ്കുട്ടുവൻ, അച്ഛൻ നെടുഞ്ചേർലാതൻ, ചേരൻ ചെങ്കുട്ടുവൻ്റെ അനിയൻ ഇളങ്കോ അടികൾ ആണ് ചിലപ്പതികാരം എഴുതിയത്. എല്ലാവർക്കും കണ്ണകി, ആറ്റുകാൽ ഭഗവതിയെ അറിയാം, കൊടുങ്ങല്ലൂർ ഭഗവതിയെ അറിയാം. ഇവർ രണ്ടും കണ്ണകിയുടെ ശിലാരൂപങ്ങളാണ്. കണ്ണകിയുടെ അവർ വന്ന് ഇവിടെ ചേരനാട്ടിൽ വന്ന് അവർ സന്യാസം ജീവിതം കൊണ്ടുവരുന്നു. കണ്ണകി വന്ന് ചോളനാട്ടിലാണ് ജനിച്ചത്. കണ്ണകി ചോളനാട്ടിൽ ജനിച്ച വലിയ കോടീശ്വര കുടുംബം. രാജാവെക്കാട്ടിലും കൂടുതൽ സ്വത്തുക്കൾ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചതാണ്. അവരുടെ ഭർത്താവ് വന്ന് പാണ്ഡ്യ രാജ അറിയാതെ കൊലപ്പെടുത്തിയപ്പോൾ പാണ്ഡ്യനാട്ടെ വന്ന് എരിച്ചു. ചോളനാട്ടിൽ ജനിച്ചു, പാണ്ഡ്യനാട്ടെ എരിച്ചു. പിന്നെ അവർ സന്യാസം മേற்കൊണ്ടത് ഈ കേരളത്താണ്.
അപ്പോൾ അവരുടെ കാവ്യത്തെ എഴുതിയ ചിലപ്പതിഹാരത്തെ എഴുതിയത് കേരളത്തെ ചേർന്ന ഇളങ്കോവടികൾ എന്നുള്ള ഒരു സന്യാസ സ്വാമിയാണ്. അങ്ങേര് പ്രിൻസാണ് അങ്ങേര് വന്ന് പ്രിൻസായിരുന്നിട്ട് സന്യാസം മേற்കൊണ്ടു. അങ്ങേരുടെ എഴുത്ത് ഇത് കേരള ഹിസ്റ്ററിയിൽ ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് ഇത് അറിയണം. വിഴിഞ്ഞം പോർട്ട് കമ്മീഷൻ ചെയ്യുന്നത് ഇപ്പോൾ വന്ന് ഇത് ഫസ്റ്റ് ടൈം അല്ല, അത് ആൾറെഡി കമ്മീഷൻഡ്. ആൾറെഡി 2500 കൊല്ലത്തിന് മുമ്പേ അത് വന്ന് നേവൽ പോർട്ടായിട്ട് കമ്മീഷൻ ചെയ്തത് തന്നെ. ഇത് സെക്കൻഡ് റിവൈവൽ, പുനർജന്മമാണ്. അതാണ് കേരള ഇത് വിഴിഞ്ഞം പോർട്ട്. ഇതിനെ വന്ന് അത് ആരും പുതുതായിട്ട് വന്ന് തുടങ്ങിയതായിട്ട് വിചാരിക്കേണ്ട. ഈ ഹിസ്റ്ററി സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും അറിയണം. ആക്ച്വലി ആ പോർട്ടിൻ്റെ പേര് ചേരൻ ചെങ്കുട്ടു എന്നുള്ള പേരും വയ്ക്കണം. അവിടെ വിഴിഞ്ഞം പോർട്ടിന് ചേരൻ ചെങ്കുട്ടു എൻ്റെ പേര് വയ്ക്കണം. അതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ പഴയ ഹിസ്റ്ററിയെക്കുറിച്ച് അറിയാൻ പറ്റും. വിഴിഞ്ഞം വന്ന് ഈ നേവി പോർട്ട് മാതിരി ചാലൈ, ഇന്ന് ട്രിവാൻഡ്രത്തിലിരിക്കുന്ന ചാലൈ വന്ന് വാർഫീൽഡായിരുന്നു. അതായത് ചേരന്മാരുടെ വലിയ വാർഫീൽഡായിരുന്നു. അത് ഈ ഹിസ്റ്ററിയൊക്കെ സ്കൂൾ പാഠത്തിട്ടത്തിൽ വെച്ചാൽ തന്നെ അത് ജനങ്ങൾക്ക് ഇതിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയും ഇതൊക്കെ അറിയാൻ വെക്കും. അത് എൻ്റെ ഒരു അപേക്ഷയാണ്. നന്ദി, നമസ്കാരം.